ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. മുൻ നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. സർക്കാർ പറയുമെന്ന അവ്യക്തമായ മറുപടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയത്. കേന്ദ്രത്തെ വിമർശിച്ച NSSന് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിനിൽക്കെ യുവതീ പ്രവേശത്തിലെ പുനഃപരിശോധനാ ഹർജികൾ കൂടി സുപ്രീംകോടതി പരിഗണിക്കുന്നത് വജ്രായുധമാക്കുകയാണ് പ്രതിപക്ഷം. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് UDF. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശബരിമല പ്രതിഷേധങ്ങൾ കാരണമായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറി. കോടതി പറഞ്ഞ നിലപാടാണെന്ന് കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കോടതി നിലപാട് കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ നിയമമന്ത്രി P. രാജീവ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് അസാധാരണ തിടുക്കമെന്നും കുറ്റപ്പെടുത്തി. യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. നിലവിലെ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ ഇതിനെതിരായിട്ട്. NSS ആരോപണത്തിനുള്ള മറുപടിയായി എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ? യുവതീ പ്രവേശത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാരും CPIMും നിലപാട് തിരുത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.